ബി.ജെ.പി കോട്ടയെ ഇല്ലാതെയാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. ഇനിയും ധാരാളം പേർ ഒന്നിനു പുറകെ ഒന്നായി തന്റെ പാത സ്വീകരിച്ച് ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്നും കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പറയുമ്പോൾ നാണം കെടുന്നത് ബി.ജെ.പി തന്നെയാണ്. രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പോലും തന്റെ കസേര സംരക്ഷിച്ചു നിർത്താനായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിക്ക് പോയ ഒരു പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടിയിൽ പലപ്പോഴും തുടരാനാവില്ല എന്ന് തന്നെയാണ് ചില നേതാക്കൾ പറയുന്നത്. അവിടെ പട്ടുമെത്തയും വണ്ടിയും വാഹനവും പദവിയും ആളും അൾത്താരയും ഒക്കെ ഉണ്ട് എങ്കിലും ശരി, അങ്ങനെയുള്ളവർ ബി.ജെ.പി വിടുക തന്നെ ചെയ്യും. എന്നിട്ട് കൈ കൊടുത്ത് കോൺഗ്രസിനോടൊപ്പം ചേരുകയാണ്. എന്തായാലും ചില്ലർ അടിയൊന്നുമല്ല ഇത് ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്നത്. അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത വർഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ കേരളത്തിലെ ബി.ജെ.പി കോട്ടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് വി മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫും മുൻ ബി.ജെ.പി ജില്ലാ ഓഫീസ് സെക്രട്ടറിയുമായ സായി പ്രശാന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നത്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബി.ജെ.പി വർഗീയ കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ ജനകീയ പ്രതിരോധ വേദിയിൽ വെച്ച് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി സതീശനും ചേർന്നാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നതിന് പിന്നാലെ ഇനിയുമുണ്ട് ബി.ജെ.പി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്താൻ എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ കോൺഗ്രസിന് കൈ കൊടുക്കുന്നത്. മുരളീധരന് ഇതിലും വലിയ അടി കിട്ടാനില്ല. തന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരാൾ തന്നെ വെല്ലുവിളിക്കുകയും എതിർചേരിയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നത് അതാർക്കും അത്രയ്ക്ക് പിടിക്കില്ല. അതുമാത്രവുമല്ല, ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് MP ആയി മാറിയതോടെ പാലക്കാട് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയത് മുതൽ ബി.ജെ.പി പല പദ്ധതികളും നടപ്പിലാക്കി. ആദ്യം അത് രാഹുലിനെ തോൽപ്പിച്ച് ഇല്ലാതാക്കാനായിരുന്നു എങ്കിൽ പിന്നീട് അത് രാഹുലിനെ ആകാശത്തിലേക്ക് എടുപ്പിക്കും എന്ന മട്ടിലൊക്കെയായി. പാലക്കാട് ഇന്ന് വരെ കാണാത്ത തരത്തിലേക്ക് പ്രതിഷേധവും കൂട്ടത്തല്ലും സമരവും ഒക്കെ അരങ്ങേറിയത് ബി.ജെ.പിയുടെ ഒളിച്ചുകടത്തൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഹെഡ്ഗേവാറിന് ഒളിച്ചുകടത്തി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആ പേരിടാൻ അതാണ് പ്ലാൻ. എന്നാൽ ആ പ്ലാൻ പൊളിച്ച് കൈയിൽ കൊടുക്കുകയായിരുന്നു മാങ്കൂട്ടം. എന്തായാലും പിന്നീട് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് വലിയൊരു ജനസംഗമത്തിനാണ്. ആ ജനസംഗമത്തിന് പിന്നാലെയാണ് സായി പ്രശാന്ത് എന്ന കേന്ദ്രമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ കോൺഗ്രസിലേക്ക് ചേരുന്നത്.